സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, വളരെ പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് 2026, അതായത് ഈ വർഷം Su-30MKIയിൽ തദ്ദേശീയമായി നിർമ്മിച്ച PGB 500 എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബ് ഘടിപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈ ബങ്കർ ബസ്റ്റർ ബോംബിന്റെ 500 കിലോഗ്രാം ബോംബ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നു, ഉടനെ തന്നെ വിത്തിൻ ഡേയ്സ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇത് പാകിസ്ഥാനിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പാകിസ്ഥാൻ ഇനി ഉറങ്ങില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം പാകിസ്ഥാനിലെ ബങ്കറുകൾ തകർക്കാനും ഭീകരവാദികൾക്ക് ഒരു പേടി സ്വപ്നമായി ബങ്കർ ബസ്റ്റർ ബോംബുകൾ വരുന്നു. നമുക്കറിയാം, ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ അതീവ മാരകമായിട്ടുള്ള ബോംബുകളാണ്. ഇസ്രായേലിന്റെ കയ്യിൽ പോലും ബങ്കർ ബസ്റ്റർ ബോംബുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് അമേരിക്ക കൊടുത്താൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വികസിത രാജ്യങ്ങളുടെ കയ്യിലുള്ള ഒരു ബോംബാണ് ബങ്കർ ബസ്റ്റർ. അത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച്, അതിന്റെ ടെക്നോളജി ഒന്നും പുറത്തുനിന്നും എടുത്തിട്ടില്ല. നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച് നമ്മൾ പാകിസ്ഥാനിൽ വർഷിക്കാൻ വേണ്ടി നമ്മളത് പരീക്ഷിക്കാൻ പോവുകയാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയാണ് കഴിഞ്ഞ 60 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്. തുർക്കി ചൈനീസ് വിമാനങ്ങൾ പാകിസ്ഥാനിൽ പറന്നിറങ്ങുകയാണ്. പാകിസ്ഥാനിൽ വൻതോതിൽ ഇവർ ഡ്രോൺ സപ്ലൈ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പോ ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഒരു ബലൂൺ എങ്ങനെയാണോ ആ ബലൂണിന്റെ അടുത്ത് ഒരു മുട്ടുസൂചി കൊണ്ടുപോയി നിർത്തിയത് പോലെയാണ്. ഏത് നിമിഷം വേണോ തൊട്ടാ പൊട്ട, അങ്ങനെ രീതിയിലാണ് നിൽക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ രണ്ട് വാർത്തകളും പുറത്തു വരുന്നത്. അപ്പോ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഈസ് ഓൺ. ഇപ്പൊ ഒരു സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ സിനിമയ്ക്ക് പോസ്റ്റ് പ്രൊഡക്ഷനും കാണും, പ്രീ പ്രൊഡക്ഷനും കാണും. സിനിമയ്ക്ക് മുമ്പുള്ള പ്രൊഡക്ഷനും അതിനുശേഷമുള്ള പ്രൊഡക്ഷനും. അപ്പൊ അതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുള്ള ഒരു വലിയ ഒരുക്കങ്ങളാണോ ഈ രണ്ട് രാജ്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും നടത്തുന്നത്? നമുക്ക് അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം മുമ്പ് ഇല്ലാത്ത വിധം സംഘർഷം കുറച്ചുകൂടെ രൂക്ഷമാകുന്നു എന്ന് മാത്രമല്ല, രണ്ടു കൂട്ടരും യുദ്ധ സജ്ജരാകുകയാണ് ഇപ്പൊ കാണുന്ന കാഴ്ചകൾ. ഈ വാർത്തകളിൽ നിന്നെല്ലാം നമുക്ക്, കാരണം ഇന്റർനാഷണൽ ആണെങ്കിലും നാഷണൽ ന്യൂസ് ആണെങ്കിലും ഒക്കെ അങ്ങനത്തെ വാർത്തകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഇന്ത്യ സ്വന്തമായി ബങ്കർ ബസ്റ്റർ ബോംബ് പരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇത് പരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഉള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. 13,800 കിലോഗ്രാം ആണ് ഭാരമുള്ള വലിയ ബോംബാണ്. അത് 18,000 ആണെന്നും പറയുന്നു. ഏതായാലും ആ ബോംബാണ് അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഇസ്രായേൽ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അമേരിക്ക ഇത് നൽകിയിട്ടുണ്ട്. അതായത് ഇസ്രായേൽ സ്വന്തമായി വികസിപ്പിക്കുന്നില്ല. പക്ഷെ ഇസ്രായേലിന്റെ കയ്യിൽ ഇതിന്റെ ചെറിയ പതിപ്പുണ്ട്. അത് മുമ്പ് ഇന്ത്യക്ക് നൽകിയിരുന്നു. കാരണം ഇന്ത്യയില് 2-3 വർഷത്തിനു മുമ്പ് ഈ ഭീകരവാദികളുടെ ഒളി സങ്കേതങ്ങളും ഈ ബങ്കറുകളും മറ്റുമൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി അത്തരം ബോംബുകൾ ഇസ്രായേൽ മുമ്പ് നൽകിയതായിരുന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ചൈനയുടെ പക്കൽ ഇതുണ്ട്, തുർക്കിയുടെ പക്കൽ ഇതുണ്ട്. അതാണ് ശ്രദ്ധേയമായ കാര്യം. ചൈനയുടെ പക്കലുണ്ട്, തുർക്കിയുടെ പക്കലുണ്ട്, ബ്രിട്ടന്റെ കയ്യിൽ സ്വന്തമായിട്ടുള്ളത് ഉണ്ട്. പക്ഷെ തുർക്കിയില് ഇത് ഉണ്ടെന്ന് പറയുമ്പോഴും തുർക്കി ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. അവരുടെ കയ്യിൽ ഒഫീഷ്യൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടന്റെ കയ്യിൽ ഓൾറെഡി അത് ഉണ്ട്, റഷ്യയുടെ കയ്യിൽ ഉണ്ട്. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, ചുരുക്കം ചില രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേയാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഉള്ളത്. അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്കത് നന്നായി തന്നെ അറിയാവുന്നതാണ്. അമേരിക്ക ഈ അടുത്ത കാലത്തൊക്കെ ഇറാനിൽ അത്തരം ബോംബുകൾ വ്യാപകമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ B-2 ബോംബർ വിമാനങ്ങൾ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ട വാർത്തകൾ വലിയ വാർത്ത തന്നെയായിരുന്നു നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ തന്നെ. ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മുടെ മനസ്സിലെല്ലാം തങ്ങി നിൽക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഇസ്രായേല് നമ്മുടെ ലെബനനിൽ ഹിസ്ബുള്ള തലവനായിട്ടുള്ള നസറുള്ളയെ കൊല്ലാനായിട്ട് ബങ്കർ ബസ്റ്റർ ഇട്ടത്. പക്ഷെ അതിൽ രസകരമായിട്ടുള്ള കാര്യം, പിന്നീട് വാർത്ത വന്നത് നസറുള്ള ഹൃദയാഘാതം കൊണ്ടാണ് മരിച്ചത്. കാരണം ഈ ബോംബ് ബങ്കർ ബസ്റ്റർ വരുന്നത് കണ്ട് ഇയാൾ ഹൃദയാഘാതം എന്ന് മരിച്ചു എന്നുള്ള ഒരു കോമഡി വാർത്ത നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. അപ്പം അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ഖമേനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ബോംബാണ് അമേരിക്ക ബോംബിംഗ് ആണ് നടത്തിയത് എന്നുള്ള വാർത്തയും വന്നിട്ട് അവർ പ്രേക്ഷകർക്ക് അത് സുപരിചിതമാണ്, അതിന്റെ പ്രവർത്തനങ്ങളാണ്. അതിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യ ധൃതി പിടിച്ച് ഇങ്ങനെയുള്ള ഒരു അതിമാരകമായ ബോംബും മറ്റുമൊക്കെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംഘർഷം ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ രാജ്യങ്ങൾ പോകുന്നത്. പ്രിയപ്പെട്ട ചില പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതിന്റെ താഴെ വന്നിട്ട് ഇന്ന് നടക്കുമോ, നാളെ നടക്കുമോ, എന്ന് നടക്കുമോ എന്ന് ചോദിക്കരുത്. തേങ്ങ ഉടക്ക സമയം എന്ന് പറയരുത്. ഇത് നമുക്കറിയില്ല, ഇതിങ്ങനെ സാധ്യതകൾ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ചൈനയിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനത്തിന്റെ രഹസ്യങ്ങൾ ഇന്ത്യ ചോർത്തി എന്നൊരു വാർത്ത നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും അത് നൽകുകയുണ്ടായിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ആ വാർത്ത ഇന്നലെ വിശദമായി തന്നെ കൊടുത്തിരുന്നു. അപ്പം ഇത് താജിക്കിസ്ഥാനും ഇതേ സെയിം വിമാനം ചൈന കൊടുത്തിട്ടുണ്ട്. ആ വിമാനത്തിന്റെ രഹസ്യങ്ങൾ അവര് ഇന്ത്യക്ക് കൈമാറി എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. ഏതായാലും യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പ്രത്യേകിച്ച് ഈ സക്രീക് അതിർത്തിയിലാണ്, അതായത് ഗുജറാത്തുമായിട്ടുള്ള ബോർഡർ പങ്കിടുന്നിടത്താണ് ഏറ്റവും കൂടുതൽ സൈന്യങ്ങളെ ഇരുവിഭാഗവും വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിനിടയിൽ നമുക്ക് ചേർത്ത് വായിക്കപ്പെടേണ്ട, ഇന്നലെ മുതൽ നാഷണൽ ഇന്റർനാഷണൽ മീഡിയസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാർത്ത, അനവധി വിമാനങ്ങൾ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നുമൊക്കെ
പാകിസ്ഥാനിലേക്ക് പറന്നിറങ്ങിയിട്ടുണ്ട്. അത് ഡ്രോണുകളും മറ്റും നൽകാനാണ് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതിമാരക ശേഷിയുള്ള ആയുധങ്ങൾ കൂടി അതിനോടൊപ്പം നൽകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അത് വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാൻ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുമായിട്ട്, കാരണം പാകിസ്ഥാനെ ഇപ്പോൾ വലിയ പ്രഷറിലാണ് പാകിസ്ഥാൻ. ഒന്ന്, അവരുടെ ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക. രണ്ട്, മറ്റുള്ള രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിച്ചേക്കാം. അതിന്റെ പിന്നിൽ ചൈനയും ഉണ്ടാകാം, യാതൊരു ഡൗട്ടും ഇല്ല. അതിനകത്ത് ചൈനയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല, ഉണ്ടാകാം. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയാണ് നമ്മുടെ ബോംബിന്റെ കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഏതാണ്ട് 3 മാസത്തിൽ ഒരിക്കൽ വെച്ച് നമ്മൾ മിസൈലുകൾ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു, ആയുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വലിയ ബോംബിന്റെ ഒരു പരീക്ഷണത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാനും വലിയ മുന്നൊരുക്കം നടത്തുന്നു. തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും അനവധി ആയുധങ്ങൾ അവിടെ എത്തുന്നു. വലിയ വാർത്ത തന്നെയായിരുന്നു. അനവധി വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളും മറ്റുമൊക്കെ അവിടെ എത്തുന്നു. നിലവിൽ പാകിസ്ഥാന്റെ ഈ വ്യോമസേനയുടെ പരിശീലനവും നിയന്ത്രണവും ഒക്കെ ചൈനയാണ് നടത്തുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് തിരുത്തി പോവാം. അതായത് പ്രേക്ഷകർക്ക് ഇനി ഒരു ഡൗട്ട് വേണ്ട. അതായത് നേരത്തെ തജിക്കിസ്ഥാനാണെന്ന് പറഞ്ഞത്, ചൈനയിൽ നിന്ന് വിമാനം വാങ്ങിച്ചത്, പക്ഷേ ഉസ്ബെക്കിസ്ഥാനാണത്. അത് ഞാനിപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ഹാസ് റിപ്പോർട്ടഡ്ലി ടേക്കൺ ഡെലിവറി ഓഫ് ചൈനീസ് മെയ്ഡ് ചെങ്ഡു J-10C മൾട്ടി റോൾ ഫൈറ്റർ ജസ്റ്റ് ടു മോഡേണൈസ് ഇറ്റ്സ് എയർഫോഴ്സ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അത് ബാക്കി തുടർന്ന് പറഞ്ഞു വിളിച്ചു. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇതിനിടയിൽ ചൈന ഇത്തരത്തിലൊരു മുന്നൊരുക്കം നടത്തുന്നതുകൊണ്ടാണോ ഇന്ത്യ കഴിഞ്ഞ ദിവസം സെർജിയോ ഗോറിനെ ലഡാക്കിൽ കൊണ്ടുപോയത് എന്നുള്ളതാണ് ഒരു സംശയം. ശരിയാണ്. അത് അങ്ങനെ നമുക്ക് സംശയിക്കാം. നിങ്ങൾക്കൊരു ചെക്ക് വെച്ച് അവിടെ പോവുക മാത്രമല്ല ധനുഷേത, വേറൊരു വലിയ വാർത്ത വരുന്നുണ്ട്. അവിടെ പോയി ദലൈലാമ ഇദ്ദേഹം കണ്ടു എന്നുള്ള വാർത്തയാണ്. അത് ചെറിയ കാര്യമല്ല. ദലൈലാമ വലിയ വാർത്ത മാത്രമല്ല, ചൈനയെ സംബന്ധിച്ച് അവരുടെ ചങ്കി കുത്തുന്ന പണിയാണ്. അമേരിക്കയുടെ ഒരു പ്രതിനിധി വന്നു ലഡാക്കിലുള്ള ദലൈലാമ, ഇന്ത്യയുടെ ഒരു സംരക്ഷണത്തിലാണല്ലോ ഇപ്പൊ കിടക്കുന്നത്, ഇപ്പം അദ്ദേഹം കഴിയുന്നത്, അവിടെ വന്ന് കാണുന്നു എന്നുള്ള ചെറിയ വാർത്തയല്ല. അത് ഇന്ന് രാവിലെ എല്ലാ നാഷണൽ മീഡിയാസിലും ആ വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ഥിരീകരണമൊന്നുമില്ല. ലഡാക്കിൽ ഇദ്ദേഹം വന്നു, സ്ഥലം കണ്ടുപോയി. പക്ഷെ ദലൈലാമ കണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇരുകൂട്ടരും പരസ്യമായി പറഞ്ഞു. പക്ഷെ ദലൈലാമ കാണാനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് മുമ്പിൽ ഇന്ത്യ വെക്കുന്ന വലിയൊരു ഇതാണ്. അതിനിടയ്ക്ക് നമ്മുടെ മുൻ കരസേനാ മേധാവിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്ക് പ്രകാശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ഒന്നാമത്തെ ശത്രു ചൈനയാണ്. അദ്ദേഹം ശത്രു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എതിരാളിയാണ്. എതിരാളി ചൈനയാണ്, സൂക്ഷിക്കേണ്ടത് ചൈനയാണ്, പാകിസ്ഥാൻ ഓൾറെഡി ആണ്, ചൈനയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ചൈനയുടെ ഒരു അല്ല ചേട്ടാ, ഈ ചൈന നമ്മളുമായിട്ട് ഇപ്പോൾ ഒരു നല്ല ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ വ്യാപാര ബന്ധത്തിലും മറ്റു കാര്യങ്ങളിലും ചൈനയിലെ ഒഫീഷ്യൽസ് തന്നെ പറയുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെയും എന്തിനാണ് ഈ ചൈന പാകിസ്ഥാന് ഈ ആയുധങ്ങൾ കൊടുക്കുന്നത്? ചൈന ഇത്തരത്തിൽ ഇന്ത്യക്കിട്ട് പല സ്ഥലങ്ങളിലും ഇന്ത്യ ഏതൊക്കെ സ്ഥലങ്ങളിൽ ചൈനയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം ചൈന ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. റഷ്യയെ പോലെ ഒരു പാർട്ട്ണർ അല്ല ഒരിക്കലും ഇന്ത്യക്ക് ചൈന എന്ന് പറയുന്നത്. വ്യാപാര ബന്ധമുണ്ട്, ഓഫ് കോഴ്സ്, അത് സമ്മതിക്കാം. പക്ഷേ ഈ ചൈന എല്ലാ കാലത്തും ഈ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാന് കൂട്ടു നിൽക്കുന്നതാണ് ചൈന. ഇന്ത്യ ആക്രമിക്കാനുള്ള എല്ലാ രാജ്യങ്ങൾക്കും ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു രാജ്യത്തെ നമ്മൾ എങ്ങനെയാണ് ഈ ഭാവിയിൽ, നരവാനയുടെ പ്രസ്താവന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പൊ എങ്ങനെ നമ്മൾ ചൈനയെ നേരിടും? ചൈനയെ നേരിടാൻ വേണ്ടി പ്രാപ്തരായിക്കൊണ്ടേ പറ്റൂ. കാരണം ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏഷ്യയിലെ ഒന്നാമൻ ആരെന്നുള്ള മത്സരമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട്. അത് വ്യാപാരത്തിലായാലും ടെക്നോളജിയിലായാലും ആയുധത്തിലായാലും ഒക്കെ ഏഷ്യയിലെ ഒന്നാമനാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കളിയല്ല. അത് 144 രാജ്യങ്ങളാണ് അണ്ടറിലേക്ക് വരുന്നത്. ഇവിടുത്തെ ഒരു സൂപ്പർ പവറായി മാറാൻ കഴിയും. കാരണം ഇപ്പോൾ എല്ലാ വ്യാപാരങ്ങളും ഏഷ്യ കേന്ദ്രീകരിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള വലിയ വിപണികളും അതിനകത്തുണ്ട്. ഇവിടെയാണ് ഈ ഒന്നാമനാകുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ചൈന ബഹുദൂരം മുൻപിലാണ്, ഇന്ത്യയെക്കാളും ബഹുദൂരം മുൻപിലാണ്. അത് പറയാതിരിക്കാനും കഴിയില്ല. അവരുടെ എക്കണോമിക് ആയാലും ഒക്കെ വളരെ മുമ്പിലാണ്. പക്ഷെ ഈ അടുത്ത സമയങ്ങളിൽ ചൈനയിൽ വലിയ സാമ്പത്തിക തകർച്ച നേരിടുന്നുണ്ട്. അതിന്റെ വാർത്തകളൊന്നും പുറത്ത് വിടാത്തതാണ് എന്നൊരു വാർത്ത കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട്. അപ്പൊ അവർ സാമ്പത്തിക തകർച്ച നേരിടുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യ ഒരു സാമ്പത്തിക കുതിപ്പിലേക്ക് പോവുകയാണെങ്കിൽ അവരെ മറികടക്കാൻ ഭാവിയിലെങ്കിലും സാധ്യതയുണ്ട്. അതിന് തടയിടുന്നതിന് എന്താണ് വേണ്ടത്? ഒരു യുദ്ധമാണ് വേണ്ടത്. ഒരു യുദ്ധം ഒരു രാജ്യത്തെ കുറഞ്ഞത് ഒരു 5 തൊട്ട് 10 20 വർഷത്തേക്ക് പിന്നോട്ട് നയിക്കും. അതായത് ഇപ്പോൾ നമ്മൾ നേടിയ നമ്മുടെ GDP ആയാലും നമ്മുടെ വളർച്ചയായാലും ഒക്കെ വീണ്ടും പഴയ ലെവലിലേക്ക് നമ്മൾ എത്തി നിൽക്കും. അവിടത്തേക്ക് ഒരു എത്തി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചൈന ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത്, നമുക്ക് തടയിടാൻ ശ്രമിക്കുന്നതുമൊക്കെ. അതിനെ വെട്ടുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് ഇന്ത്യ നടത്തിയ നീക്കത്തെ ഞാൻ വിലയിരുത്തുന്നത്. അതായത് ഈ സെർജിയോ ഗോറിനെ അവിടെ കൊണ്ടിരുന്നു. ഇന്നുവരെ ഈ ലഡാക്കിലെ അമേരിക്കയുടെ പ്രതിനിധികളാരും വന്നിട്ടില്ല. അവിടെ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകുന്നു. ഇപ്പൊ കേൾക്കുന്നു ദലൈലാമയായിട്ട് സംസാരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക്, അതായത് നിങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ
അമേരിക്കയോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എങ്കിൽ പോലും അവരെ കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറക്കേണ്ടി വരും എന്ന ഒരു സന്ദേശമാണോ നൽകുന്നത് എന്നുള്ളത്. കാരണം റഷ്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കലങ്ങി മറിയുന്നു, സംഘർഷം ദിനംപ്രതി മൂർച്ഛിക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ അതിർത്തികളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അടുത്തിടെ എല്ലാം നമ്മൾ ഒരുപാട് തവണ ഈ സൈനിക അഭ്യാസങ്ങളും നടത്തിയിരുന്നു. ഏതായാലും കാത്തിരിക്കാൻ വരും മണിക്കൂർ, ഓരോ മണിക്കൂർ ഇടപെട്ടാണ് ഇതിന്റെയൊക്കെ അപ്ഡേഷൻ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.